നമസ്കാരം. ഇന്നലെ അതിദയനീയമായ സങ്കടകരമായ ഒരു ന്യൂസാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ വാർത്ത കണ്ടപ്പോൾ സങ്കടവും തോന്നി, എന്നാൽ അഭിമാനവും തോന്നി. വാർത്ത മറ്റൊന്നുമല്ല, റാന്നിയിൽ അതിരൂക്ഷമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. പ്രളയമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പ്രളയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വരേണ്ടതാണ്. പക്ഷെ നല്ല വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളക്കെട്ടുണ്ട്, അത് കുറച്ച് വെള്ളം കിടക്കുന്നത്. വെള്ളപ്പൊക്കമുണ്ട്, പ്രളയമുണ്ട്. പ്രളയം കുറച്ചുകൂടി ഹൈ റീച്ചാണ്. പ്രളയത്തെ നമുക്ക് ചിലപ്പോൾ പ്രതിരോധിക്കാൻ കഴിയില്ല, ഒരു പരിധിക്കപ്പുറം. കാരണം അവൻ സംഹാര താണ്ഡവമാടുന്നതാണ്. അഗ്നിപർവ്വത സ്ഫോടനം പോലെ, അതുപോലെ ഉരുൾപൊട്ടലിൻ്റെ ലാൻഡ്സ്ലൈഡ് പോലെ, അല്ലെങ്കിൽ പിന്നെന്താണ് ഭൂകമ്പം പോലെ, സുനാമി പോലെ സംഹാര താണ്ഡവമാണ്. വെള്ളത്തിൻ്റെ സംഹാര താണ്ഡവമാണ്. ആറാം തമ്പുരാനാണ് പ്രളയം. അതിനെ നമുക്ക് അങ്ങനെ പ്രതിരോധിക്കാൻ പ്രയാസമാണ്. പക്ഷേ വെള്ളപ്പൊക്കത്തെ നമുക്ക് കുറേ പ്രതിരോധിക്കാം. ഇന്നലെ രാവിലെ, മിനിയാന്നാണ് റാന്നിയിൽ ഈ വിഷയമുണ്ടാകുന്നത്. റാന്നിയുടെ താഴ്വശത്ത് സ്ലോപ്പ് അനുസരിച്ച് ചരിവനുസരിച്ച് താഴെ കിടക്കുന്ന ആറന്മുളയിലും വെള്ളം കയറി. ആറന്മുളയിൽ കുറച്ച് കൂടുതൽ കയറി. ആറന്മുളത്തെ വെള്ളമുണ്ട്, റാന്നിയിലെ വെള്ളവും കൂടെ വന്നു. റാന്നിയിൽ രാവിലെ വരെ, വെളുപ്പാങ്കാലം വരെ റോഡായിരുന്നത് പിന്നെ തോടായി മാറുന്ന റോഡ്. അതൊന്നുമല്ല സങ്കടക്കാഴ്ച, എന്നാൽ അഭിമാനക്കാഴ്ചയുമാണ്. ഞാൻ സങ്കടക്കാഴ്ച പറയുന്നത് അതുപോലെ അഭിമാനക്കാഴ്ചയുമാണ്. രാവിലെ നോക്കിയപ്പോൾ തലേദിവസം തന്നെ MLA സൂട്ട് മീൻസ് ഇതിൻ്റെ ഈ മഴയുടെ കോട്ടമൊക്കെ ഇട്ടുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി പഴകുളം മധു MLA ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ഇന്നലെ രാവിലെ നോക്കുമ്പോൾ അതിരാവിലെ തഹസിൽദാരും അവിടുത്തെ ഓഫീസർമാരും പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് പഴകുളം മധു MLA അവർ റോഡ് വൃത്തിയാക്കുകയാണ്. ഇതിൽ സങ്കടക്കാഴ്ച എന്തെന്ന് വെച്ചാൽ, റാന്നിയിലെ ജനങ്ങൾ ഇരുത്തി ചിന്തിക്കാനാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ റാന്നിയെ കുറ്റപ്പെടുത്താനല്ല. റാന്നിയിലെ ജനങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളെ അവിടെ വന്ന ആളുകളും വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ മുഴുവൻ പുഴ കൊണ്ടുപോകാതെ നിങ്ങൾക്ക് റോഡിൽ തന്നില്ലേ? ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ നിരവധി ചിത്രങ്ങളിടും. ഇതൊന്നും പുഴ കൊണ്ടുപോകില്ല, പുഴ നമുക്ക് തിരിച്ചു തരും. അതാണ് സങ്കടക്കാഴ്ച. നിങ്ങൾ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ, അവിടെ വന്നവർ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ മുഴുവൻ റോഡിൽ തന്നില്ലേ? സങ്കടക്കാഴ്ച. എന്നാൽ അഭിമാനക്കാഴ്ച, MLA ഇറങ്ങി കൈലി ഉടുത്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കൈലി ഉടുത്തുകൊണ്ട് MLA ലുങ്കി ഉടുത്തുകൊണ്ടാണ് MLA തൂത്ത് വൃത്തിയാക്കാൻ വന്നു. അപ്പൊ MLA തൂത്ത് വൃത്തിയാക്കാൻ വന്നപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ വന്നിരുന്നു, ജോലിക്ക് വന്നിരിക്കുകയാണ്. രാവിലെ അവർ വരും ടൗണിൽ, ജോലിക്കാർ വിളിച്ചോണ്ട് വരാൻ. അവരോട് മാസ്കും കയ്യുറയൊക്കെ കൊടുത്തപ്പോൾ അവരത് വാങ്ങി. ഇത് സർവീസായിട്ട് ചെയ്യണം, സേവനമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കാതെ അപ്പോഴേ അവർ സ്ഥലം വിട്ടു. എനിക്ക് റാന്നി MLAയോടും റാന്നിയിലുള്ളവരോടും ചെറുപ്പക്കാരോടും പറയാനുള്ളൊരു കാര്യം, റാന്നിയിലെ കർഷകരോട് പറയാനുള്ളൊരു കാര്യം, റാന്നി നിയോജക മണ്ഡലത്തിൽ MLAയുടെ നേതൃത്വത്തിൽ തൊഴിൽ സേന ഉണ്ടാക്കണം. ഒരു അന്യ സംസ്ഥാന തൊഴിലാളിക്ക് അവിടെ ജോലി കൊടുക്കരുത്. ഇന്നലെ വരുന്നിട്ട് ഇത് പോയ ഒരാളിനും ജോലി കൊടുക്കരുത്. ക്യാമറയിലൊക്കെ ഉണ്ടല്ലോ, ഒരു മനുഷ്യന് ജോലി കൊടുക്കരുത്. അവരെന്താ ധരിച്ചത് നമ്മുടെ നാടിനെ കുറിച്ച്? ഇന്നലെ അവർ അത് കൃത്യമായി ആ മാലിന്യ സംസ്കരണത്തിൽ കുറച്ച് സമയങ്ങളിൽ നിന്നാൽ, കാര്യം കുറച്ച് കഴിയുമ്പോൾ തൊഴിലുറപ്പുകാർ വരും, എല്ലാവരും വരുമല്ലോ, വന്നല്ലോ. അങ്ങനെ അവരൊക്കെ വരാൻ ആ ഒരു ഗ്യാപ്പ് സമയത്തിൽ 1 മണിക്കൂറെങ്കിലും അവർ സേവനം ചെയ്തിരുന്നെങ്കിൽ അവർ ഇന്ത്യക്ക് മാതൃകയാകുമായിരുന്നു. ഒരുപക്ഷെ അടുത്ത മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറയുമായിരുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റ് അവരെ വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ വലിയ ഹാർമണി നടക്കുമായിരുന്നു. ആ അവസരമാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇന്നലെ ഇല്ലാതാക്കിയത്. അവരെ കയറ്റിവിടണം. അവർക്ക് റാന്നിയിൽ ഇനി പണി വേണ്ട, നിങ്ങൾ തൊഴിൽ സേന ഉണ്ടാക്കണം. അതാണ് ചലഞ്ച്. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. നിങ്ങൾ യുവാക്കളുടെയും കർഷകരുടെയും യുവതികളുടെയൊക്കെ തൊഴിൽ സേന ഉണ്ടാക്കണം. തൊഴിലുറപ്പുകാരെയും കൂടെ വെച്ചുകൊണ്ട് തൊഴിൽ സേന ഉണ്ടാക്കണം. വീട്ടുകാർക്ക് രജിസ്റ്റേർഡ് സൊസൈറ്റി ആക്കണം. അതിന് വീട്ടുകാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കുള്ള വർക്കിൻ്റെ ലേബറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരു വശം. രണ്ടാമത്, നിങ്ങൾ മുഴുവൻ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ,
അത് നിങ്ങൾ മതിയാക്കണം. ഞാൻ MLA ഇന്നലെ വിളിച്ചിരുന്നു. കാരണം ഈ രംഗത്തൊക്കെ നിൽക്കുന്ന ഒരാളെന്നുള്ള നില ഞാൻ വിളിച്ചിരുന്നു. MLA ഒക്കെ നിസ്സഹായരാണ്. അവരെന്താ ചെയ്യുന്നത്? ഇത്രയും ഒരു ജനത ജീവിച്ച് അവർ ധാരാളമായി മാലിന്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അതെല്ലാം കൂടി പുഴയിൽ വന്ന് പുഴ കയ്യേറിയ കഥകളുണ്ട് അവിടെ. റാന്നി എന്ന് പറയുന്ന സ്ഥലം എനിക്കും പരിചയമുള്ള സ്ഥലമാണ് ഭൂമിശാസ്ത്രപരമായി. പുഴ കയ്യേറിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, മാലിന്യം വലിച്ചെറിഞ്ഞുള്ള സ്ഥലങ്ങളുണ്ട്, തോടുകൾ നികന്നു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. 2018 നല്ല പ്രളയം വന്ന സ്ഥലമാണ്. ഒരു ഡിസാസ്റ്റർ ഏരിയയാണത് റാന്നി, പെരുന്നാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ട് വളരെ കൃത്യമായി ഒരു നല്ല ശുചിത്വ ഗ്രാമമായി, ശുചിത്വ നഗരമായി റാന്നിയെ മാറ്റാൻ ആബാലവൃത്ത ജനങ്ങളും പങ്കെടുക്കണം. നല്ല കുറേ പ്രവർത്തനങ്ങൾ അവിടെ നടക്കട്ടെ. എന്തായാലും ജനകീയനാണ് MLA, നിങ്ങളുടെ കൂടെയുണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ റാന്നിയിൽ നടക്കട്ടെ. ഇന്നലത്തതൊരു പാഠമായിരിക്കണം. 2018 നിന്ന് നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ് 26 പ്രകൃതി നമ്മളോട് പറഞ്ഞത്. നീയൊക്കെ എന്തേ പഠിക്കാത്തതെന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്തേ പഠിക്കാത്തത്? അത് റാന്നിക്കാരോട് മാത്രമുള്ള ചോദ്യമല്ല. ഇന്നലെ 10 ജില്ലയിൽ ചോദിച്ചെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ 14 ജില്ലയിലും ചോദിക്കും. ഒരു തർക്കവുമില്ല. 14 ജില്ലയിലും ചോദിക്കും പ്രകൃതി. 14 ജില്ലയിലും കരയിലോട്ട് തരും ഈ മാലിന്യങ്ങൾ. എന്തൊക്കെയാണ് കിടക്കുന്നത് ആ മാലിന്യങ്ങളിൽ? സകല ജനങ്ങളും ഇന്നലെ ഇറങ്ങണ്ടായിരുന്നോ? പ്രതിപക്ഷവും ഭരണപക്ഷവും പിന്നെ ഒരു പക്ഷവും നോക്കാതെ സകല പേരും ഇറങ്ങി ഇന്നലെ വൃത്തിയാക്കണമായിരുന്നു. എല്ലാവരും ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പോരാ. നിങ്ങൾ അവിടുത്തെ ജലസ്രോതസ്സുകളെ മാനിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. നിങ്ങളവിടുത്തെ പുഴയെയും മണ്ണിനെയും വെള്ളത്തെയും ജൈവസമ്പത്തിനെയും വളരെ കൃത്യമായി പരിപാലിക്കണം. ഞാൻ നിങ്ങളെന്ന് പറഞ്ഞത് സാന്ദർഭികമായി, സിംബോളിക്കായി, സൂചനാത്മകമായി റാന്നി എന്ന് പറയുകയാണെങ്കിൽ ആറന്മുളക്കാർക്കും ഇത് ബാധകമാണ്. മലയാളപ്പുഴക്കാർക്കും തണ്ണിത്തോടുകാർക്കും പിന്നെ അപ്പുറത്തുള്ള പിന്നെ കോന്നിക്കാർക്കും പത്തനംതിട്ട ജില്ലയിലെ എല്ലാവർക്കും ഇത് ബാധകമാണ്. എത്ര യുവജന സംഘടനകളുണ്ട് അവിടെ, എത്ര സാമുദായിക സംഘടനകളുണ്ട് അവിടെ. പഞ്ചായത്ത് രാജ് സംവിധാനം എടുത്താൽ എന്തെല്ലാം സമിതികളാണുള്ളത്. മുഴുവൻ ചലിപ്പിക്കണം, മുഴുവൻ ചലിക്കണം. PC വിഷ്ണുനാഥ് മന്ത്രിക്കാണ് അതിൻ്റെ ചുമതലയെന്ന് തോന്നുന്നു. ജില്ലയുടെ മന്ത്രിയും അവിടെ പോകണം, മുഖ്യമന്ത്രി പോകണം, ഗവർണർ പോകണം. സകല സംവിധാനങ്ങളും നമ്മൾ രംഗത്തിറങ്ങണം. യുദ്ധസമാനമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ നാട്ടിലുള്ളത്. വലിയ പ്രളയമാണ് നമ്മെ കാത്തിരിക്കുന്നത്, വലിയ പ്രളയമാണ് കാത്തിരിക്കുന്നത്. ആ സമയത്ത് ഉരുൾപൊട്ടലുകൾ കാത്തിരിക്കുന്നു. നമ്മൾ വളരെ കൃത്യമായ ബഹുജന വിദ്യാഭ്യാസത്തിനും കർമ്മപരിപാടിക്ക് നീങ്ങാൻ റാന്നിക്കാർക്ക് കഴിയട്ടെ. കൂടെയുണ്ട്. ഈ രംഗത്ത് സാങ്കേതികമായിട്ടൊക്കെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഞാനും ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ. നമുക്ക് ഏത് സാങ്കേതിക വിദഗ്ധരെയും അവിടെ കൊണ്ടുവരാം. ആരെ വേണോ നമുക്ക് മൊബിലൈസ് ചെയ്യാം. സംസ്ഥാനത്ത് ഒരുപാട് പേരുണ്ട്, രാജ്യത്ത് ഒരുപാട് പേരുണ്ട്. എല്ലാവരും പണം വാങ്ങുന്നവരോ അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെയുള്ളവരും ഇല്ല. അല്ലാത്തവരും സേവനത്തിനൊക്കെ ചെറിയ കാലയളവിലെ സേവനത്തിന് അവരുടെ സേവനവും കിട്ടും. കുറച്ച് ദീർഘം പോവുകയാണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും, സാമ്പത്തികം കൊടുക്കേണ്ടി വരും. കാരണം ദീർഘകാലത്ത് ഒരാളിന് സേവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി മനസ്സിലാക്കി റാന്നി നൽകുന്ന പാഠം കേരളത്തിനാകെ ഒരു പാഠമാകട്ടെ. റാന്നി MLAക്ക് ഒരു ബിഗ് സല്യൂട്ട്. അത് കാരണം അദ്ദേഹം പൂർണ്ണ സമയവും ഇതോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്ന്, ജനങ്ങളോടുള്ള എൻ്റെ പരാതി, നിങ്ങൾ MLAയോടൊപ്പം നിന്നോ? അവസരോചിതമായി തൻ്റെ MLA, തങ്ങളുടെ MLA നഗരത്തിൽ മാലിന്യം തൂത്ത് വൃത്തിയാക്കുന്ന കാണുമ്പോൾ എന്തേ വിദ്യാർത്ഥികളും കുട്ടികളും അമ്മമാരും സഹോദരങ്ങളും കൂട്ടം കൂട്ടമായി വീടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് MLAക്ക് കൈ കൊടുത്തില്ല എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട്. അത് തൊഴിലുറപ്പുകാർ വരട്ടെ, ഹരിതകർമ്മസേനക്കാർ വരട്ടെ, അങ്ങനെ കുറേ അധികം ആളുകൾ വന്ന് ചെയ്യട്ടെ എന്ന് പറയുകയും, കുറച്ച് പേർ നോക്കി നിൽക്കുകയും, കുറച്ച് പേർ ചെയ്യാൻ നിൽക്കുകയും, കുറച്ച് പേർ വാങ്ങാൻ നിൽക്കുകയും, പിന്നെ കുറച്ച് പേർ വിമർശിക്കാൻ നിൽക്കുന്നിടത്ത് ഒരു ജനാധിപത്യവുമില്ല, ഒരു പൗരബോധവുമില്ല. അതുകൊണ്ട് റാന്നിക്കാർ ഇന്നലെ ഉണ്ടായത് ഒരു 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 എന്താണ് ഒരു നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം എന്നുള്ള ഒന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഉയരുക. വളരെ കൃത്യമായിട്ടൊരു ശുചിത്വ നാടായി, നല്ല നാടായി, നല്ല വെള്ളം എല്ലാവരും കുടിക്കുന്ന നാടായി, നല്ല വായുവുള്ള നാടായി, ഒരു ആനന്ദ ഗ്രാമമായി, ആനന്ദ നഗരമായി റാന്നി മാറട്ടെ. അതിനുള്ള പാഠങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം.